ഇതിപ്പോൾ രാവിലെ തന്നെ ക്യാമറ നോക്കി അഭ്യാസം കാണിക്കുകയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? അല്ല, കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് സുക്കുട്ടിയെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാൻ നേരം ചന്തയൊക്കെ ഇരുന്ന് ചൂരയും കാരലൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2-3 ദിവസത്തേക്ക് ഇനി ചന്തയിലോട്ട് പോകണ്ട. അങ്ങനെ എല്ലാം കൂടെ വെട്ടിക്കഴി വൃത്തിയാക്കി കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് കേട്ടോ. കാരലാണെങ്കിൽ നല്ല ഫ്രഷ് കാരലായിരുന്നു കേട്ടോ. പക്ഷേ ചൂര അത്ര വകുപ്പല്ലായിരുന്നു, എന്നാലും വേണ്ടിയില്ലായിരുന്നു. ഇന്ന് കുറച്ച് കറിയങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചെടുത്ത് പൊരിക്കാനായിട്ട് ഉപ്പുമുളകൊക്കെ തേച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരൽ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് മാത്രമായിട്ടേ പൊരിക്കാൻ എടുത്തിട്ടുള്ളൂ. അവർ ചൂരയൊക്കെ അടുപ്പിലങ്ങ് ആക്കി കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയൊക്കെ എണ്ണയൊക്കെ ഇടിച്ച് നന്നായിട്ട് മീൻ വറക്കാനായിട്ട് അങ്ങോട്ട് പറക്കി ഇടുവാണ്. ആ ഒരു കാലിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി മണമാണ്. ഇതെന്താ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇന്ന് കുറച്ച് കണ്ടെയ്നർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ പറക്കി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അതങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കാറിൽ ഇവിടെ റെഡിയായി നല്ല അടിപൊളി മുരുമുരാന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അടുപ്പിൽ തന്നെ നല്ല അടിപൊളി അവിയൽ, ഈ അവിയലിൻ്റെ റെസിപ്പി ആയിടുന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലാസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമാത്ത കാര്യമാണ് ഈ ക്ലീനിങ്. നല്ല പാത്രം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോൾ എന്ത് സമാധാനം നിറ കിട്ടുന്നത്. കല്യാണത്തിന് മുമ്പ് ഈ സിങ്കിൻ്റെ അടുത്തോട്ട് പോലും ഞാൻ വരത്തില്ലായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു ഈ സിങ്ക് ഇങ്ങനെ വൃത്തിയായിട്ട് കിടന്നാൽ എനിക്കങ്ങ് എന്തോ ഒരു വെപ്രാളം കണക്കാണ്. പിന്നെ ഗ്യാസിൻ്റെ പുറം എല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി തൂത്തൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഞാൻ കഴിഞ്ഞു. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ സത്യം പറയാതെ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിക്കുവാ ഈ ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് പെട്ടെന്ന് ഒതുക്കണ്ടേ. അങ്ങനെ പിന്നെ കുറച്ച് നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ കല്യാണത്തിനൊപ്പം കിട്ടിയതാണ്. അതെല്ലാം കൂടി എടുത്തു വെച്ച് നന്നായിട്ട് അങ്ങ് നാരങ്ങകളും ഉണ്ടാക്കി. പക്ഷേ എന്തോ ചെയ്യാനാ, വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. കണ്ണടച്ച് കുറച്ചൊക്കെ കുടിച്ച് കുറച്ചൊക്കെ കളഞ്ഞ് ഭയങ്കര കയ്പ്പായിരുന്നു. ബൈ, സീ യു.